അപ്പൊ നമ്മൾ ഇന്ന് കൊല്ലത്ത് പോവാട്ടോ. കൊല്ലം ഒരു കൊളാബ് ഷൂട്ട് ഉണ്ടാവും, കാണിച്ചു കൊടുക്കും. ഞങ്ങള് രാവിലെ തന്നെ സാരി കൊടുത്തിറങ്ങിയിട്ട് എല്ലാവരും ഞങ്ങളെ നോക്കുക. ഇന്നലെ നോക്കാം. അപ്പൊ ഞങ്ങൾ പൂവ് കണ്ട ഒരുങ്ങിയിട്ടൊന്നുമില്ല, അവിടെ പോയിട്ട് ഒരുങ്ങാൻ വിചാരിച്ചിട്ടാണ്. ഫുഡൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ക്യാമറമാന്റെ കൈവിട്ട് അങ്ങനെയാ. ആലുവ ട്രെയിൻ, സോറി ആലുവ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളൊക്കെ ഒരേ ബോഗിയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഉണ്ടാമ്പി മാത്രം വേറെ ബോഗി. ഹായ് ബായ് ഉണ്ടാമ്പി. ഭംഗിയൊക്കെ നോക്കട്ടെ. ദോശ അപ്പത്തെ ദോശ എന്താ ഇടയ്ക്ക് ഇറങ്ങി പോടിയ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള്. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ലേ ട്രെയിനിൽ പോണേ? ഒരുമിച്ച് ഇങ്ങനെ അല്ലേ? ഞാൻ കഴിച്ചില്ലെങ്കിൽ ദോശ കഴിക്കും. ദോശ കഴിഞ്ഞു. ഉണ്ടാപ്പി അപ്പുറത്ത് പോയി പോയണ്ടാപ്പി. ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നിരിക്ക. പോ അതെ. ഇനി കൈ ഇവിടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ബാഗൊക്കെ നോക്കണേ. കൈ കഴുകാം. കണ്ണാടിക്ക് ഒരു വൃത്തിയാക്കി കൂടെ അല്ലേ? അതെ. കാണാനുള്ള മോള് ഉറങ്ങാണ്. ഇവരെന്നാള് സിനിമ ആണ്. ഇവിടെ നമ്മുടെ കൃഷ്ണേന്ത് ഉറങ്ങിട്ടോ. അവര് ബംഗാളി ഇരിക്കണ പോലെ ഉണ്ടാക്കി മേലെ കിടന്നുറങ്ങുന്നുണ്ട്. അവളെ അങ്ങോട്ട് വിടാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അവള് പോയില്ല. അവളെ ഇവിടെ മൂന്ന് കിടത്തി. അനുഷ ഇവിടെ കിടന്നുറങ്ങില്ല. അനുഷ ഉറങ്ങല്ല. ദേവിടെ ഇരിക്കണേ കാണിച്ചു തരാം. ഉണ്ടാക്കി അതാ, ദേവിടെ അതാ, ആക്ച്വലി ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഉറങ്ങി നീക്കുമ്പോൾ കൊല്ലെത്തുള്ളൂ. പക്ഷെ ഞാൻ ഉറങ്ങി നീറ്റിട്ട് ഫോട്ടോ ആക്കിയിട്ടുള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ കൊല്ലം എത്താറായി. ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശാന്തി എണീറ്റു. എന്താ പറയുക, സാധനങ്ങൾ സ്വന്തം സ്ഥലം ഉണ്ടായിട്ട് മറ്റുള്ളവർ സ്ഥലത്ത് കയറിയിട്ടുണ്ട്. S1 ഇരിക്കേണ്ടവളാ ഇവിടെ ഞങ്ങളോട് S2 വന്നിരിക്കണം. റെയിൽവേ സ്റ്റേഷൻകാര് വരെ ഞെട്ടു. ഇതിന് വേണ്ടവരൊന്ന് കമന്റ് ചെയ്തോ കൊണ്ടൊക്കെ. എന്ത് സംഭവം. ഞങ്ങളൊരു ഗിവ് അവേ വെക്കുന്നുണ്ട്. ഒന്നും ചെയ്യണ്ട, ഒരു കമന്റ് ഇട്ടിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലേ? ഫസ്റ്റ് മെസ്സേജ് ആൾക്കാർ കേട്ടോ. ഒരു രൂപ പോലും നിങ്ങൾ തരണ്ട. ഇതിന് ശരിക്കും ട്രെയിനിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാട്ടോ. ഇവിടെ പാട്ട് ഇവിടെ വേണ്ടത് കമന്റ് ചെയ്യാൻ മറക്കരുത്.
എല്ലാവരും 4 പേർക്ക് ഷെയർ ചെയ്യുക. മച്ചാനും പിള്ളേരെ അക്കൗണ്ട് എല്ലാവരും 8 പേര് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോയിക്കോ. 8 പേര് ഫോളോ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ ഉണ്ടാക്കിയ കൊണ്ടുപോകാം. ഓക്കെ. എന്നെ കൊണ്ട് ലാഭം കണ്ടാവായിരിക്കും. എന്ത് ലാഭം? നമ്മൾ കൊല്ലത്ത് അപ്പുറത്ത് കൂടെ ഇറങ്ങാൻ പറഞ്ഞിട്ട് അവർക്ക് അത് കൂടെ തന്നെ ഇറങ്ങണം. അല്ല ഒരു നിമിഷം നമുക്ക് പോവാം. ട്രെയിൻ ഇറങ്ങി നമുക്ക് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ആദ്യമായിട്ട് കൊല്ലത്ത് വരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങി മര്യാദയ്ക്ക് പറഞ്ഞാൽ അതിൽ കൂടെ വരാൻ. അപ്പോൾ കൂടെ വരാൻ പറ്റിയില്ല. കണ്ടാ വരണ അണ്ണാച്ചോള് കണ്ട എവിടെ എങ്ങനെ ഉണ്ടായിരുന്ന പിള്ളേരാ? ആരെങ്കിലും പറയോ എങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ വന്നതാ? ആരെങ്കിലും പറയോ? കണ്ണാടി ഇല്ലാണ്ട് ആർക്ക് ചെയ്യാൻ പറ്റും ഇത്ര പെർഫെക്റ്റ് ആയിട്ട്? കണ്ണൊക്കെ നോക്കിയേക്കണേ. നോക്കട്ടെ, ചെറിയ ഇത് പറ്റിണ്ട് കണ്ണിന്റെ ഇവിടെ കണ്ടോ? ഇത് നോക്ക്, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കാറ് വന്നു കേട്ടോ ഞങ്ങൾക്ക് പോവാനുള്ളത്. അപ്പോൾ ബാക്കിൽ ഉണ്ടാപ്പിയും കൃഷ്ണയും ദേവൂടെയും മനുഷ്യയും ബാക്കിലിരുന്നു. ഞാൻ ഫ്രണ്ടിലായിട്ട് ഇരുന്നുണ്ടായേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോണ വഴിക്ക് തന്നെയുള്ള കൊട്ടാരക്കര എത്തിയില്ല, അതിന് മുന്നത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ നൂൽപുട്ടും മുട്ടക്കറിയും അതൊക്കെ കഴിച്ചിട്ട് വയററച്ച്. ഫുഡ് കഴിച്ച് വരുന്ന ആറ്റിറ്റ്യൂഡാണ് ഗൈസ്. ഇവരെയാണോ ട്രെയിനിൽ കണ്ടത്? കാറിലേക്ക് കയറാൻ പോയത്. ഞങ്ങൾ എടുക്കാനിറങ്ങും മഴ പെയ്യും, എടുക്കാനിറങ്ങും മഴ പെയ്യും, എടുക്കാനിറങ്ങും. ഇപ്പോൾ സമയം 3 മണി. നന്നായി കണ്ടോ? ബിൽഡിംഗ് കാണാണ്ട് പോവാം അങ്ങോട്ട്. അവരെ ക്ലാസ് നോക്ക്, ക്ലാസ് ഒക്കെ അടിപൊളിയാട്ടോ. എന്താണ് 3 മണി വരുന്നു. 10 ഞങ്ങൾക്ക് ഇനി 6:30 ആവുമ്പോൾ ട്രെയിന്. ഇവിടുന്ന് ഇനി ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ ട്രെയിനിൽ പോകും. വീണ്ടും ഫുഡ് കഴിക്കണ സ്ഥലത്ത് നിന്ന് എന്താ വോയിസ് ഓവർ കൊടുക്കണമെന്ന് വെച്ചാൽ അവിടെ ഹോട്ടലിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിലുള്ള വോയിസ് ആഡ് ചെയ്യാൻ പറ്റാത്ത. ഞങ്ങൾ അവിടുന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ അങ്ങനെ കുറേ കഴിച്ചു. പിന്നെ ദേവൂടേക്ക് തലവേദനയാണ് പറഞ്ഞിട്ട് അവൾ ചായ കുടിച്ചു, അതിന് ഞാനും കുടിച്ചു. നമ്മൾ ഇതെടുത്താൽ കഴിഞ്ഞു. ഇനി ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് 6:57 അങ്ങനെ എന്തോ 57 ചെങ്ങന്നൂരിനാണ് നമുക്ക് ട്രെയിനിൽ. നമുക്ക് 1 മണിക്കൂർ. നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം പോവാൻ. കോമഡി മാറ്റിട്ട് വരാം. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ബൈ പറയണേ. ഇവിടെ ഹോസ്റ്റലുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ മാറ്റാന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ കയറി മാറ്റാം. ബോയ്സ് ഹോസ്റ്റലല്ല, ഗേൾസ് ഹോസ്റ്റൽ. ഗേൾസ് ഹോസ്റ്റൽ. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. ലീവിന് സാരി ഉടുത്തിട്ട് ട്രെയിനിൽ പോലെ ടാസ്ക്കാണ്. എവിടാ ഇതുവരെ ഹോസ്റ്റലാട്ടോ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി. ഒരു ഇനി ഞങ്ങൾ നേരെ ആലുവ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീട്ടിൽ പോകും. അപ്പോൾ സോറി കേട്ടോ, നമ്മൾ ഇവിടെ എത്തിട്ടോ, ചെങ്ങന്നൂർ എത്തി. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിനുള്ളത്. അപ്പോൾ ഇവിടെ ചെങ്ങന്നൂർ എത്തി. ഇവിടെ നിന്ന് ട്രെയിനിൽ പോകണം. നടക്കുകയാണ് ഞങ്ങൾ. ബാക്കിൽ വരുന്നുണ്ട് അവർ. ഞങ്ങൾ ഫ്രണ്ടിലിറങ്ങും. ഞങ്ങളുടെ അടുത്താണ് ഗൂഗിൾ മാപ്പ് ഉള്ളത്. എന്തായാലും ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നടക്കുള്ളൂ. ഞാൻ എന്നായിരുന്നു വേറെ ഗൂഗിൾ മാപ്പ് ഇട്ട് നടന്നത്? ഞാൻ ഷോർട്സിലിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നടന്ന. പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ചായ കുടിച്ചോ? എന്തായിരുന്നു ചായക്ക് കടിയെന്നൊക്കെ എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ ഗായ്സ്, ഇതൊന്ന് മേലെ എങ്ങനെയല്ലേ? ഇത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണോ? നമ്മള് വാഷ്റൂം തപ്പാണ്. വാഷ്റൂം ആരടി ഇറങ്ങി പോടി.
ഹെഡ്സെറ്റ് വെച്ചോളെ. സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? സ്നേഹം മാത്രം. രാവിലെ വന്നപ്പോൾ വേറെ കോലം, ഉച്ചയ്ക്ക് വേറെ കോലം, വൈകുന്നേരം വേറെ. അയ്യോ പാവം. ഞങ്ങള് എന്താ ഇനിയിപ്പോൾ നാളെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാണ്ട്. എന്തൊക്കെ ഒരു കഷ്ടപ്പാടാലേ, ജീവിക്കാനുള്ളൊരു തന്ത്രപ്പാട്. എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജാണ്. അപ്പം എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, ചേച്ചി പ്ലീസ് ഒന്ന് പറയുമോ ചോദിച്ചിട്ട്. കുറേ ആൾക്കാർ ഞാൻ ചോദിക്കുന്നുണ്ട്. നിന്നോട് ചോദിച്ചോ? നിന്നോട് മസ്കാര ഇല്ലേ ചോദിച്ചേ? മസ്കാര പറഞ്ഞെടുക്കുക ഏതാന്ന്. ഉണ്ടാക്കി ഉപയോഗിക്കുന്ന മസ്കാര മാൾസിന്റെ ഡബിൾ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ ലിപ്സ്റ്റിക്കും ചോദിച്ചു. എന്നാ അതെന്റെ ഷെയ്ഡ് ഏതാ പറഞ്ഞു കൊടുക്കുന്ന? ഏതാ എനിക്കറിയില്ല. നിന്റെ ഏതാ? അവളെ മെബിലിന്റെ ആണ് തോന്നുന്നു കേട്ടോ. മെബിലിന്റെ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന, പിന്നെ മാറ്റി. അതാന്ന് തോന്നുന്നു. കൊറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യാം അല്ലേ, ഒന്ന് പറയിച്ചു. ഇതിപ്പോ ഞാൻ മാറ്റിയത് ആദ്യം ഞാൻ ഡാസ്ലറിന്റെ ആയിരുന്നു, ഇത് തന്നെയായിരുന്നു. പിന്നെ വേറെ ഷെയ്ഡ്. ഇതിപ്പോ എന്റെ പോയി കുറച്ചുള്ളൂ. അപ്പോൾ കുറേ പേര് ചോദിച്ചും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതോടെ പറഞ്ഞത്. Dark fantasy. Bingo, bingo, bingo. ഇങ്ങനെയാണോട് തരണേ? ഇതൊക്കെ നിറച്ചില്ല. ഇതൊന്നും ഓരോരുത്തർ പോണ്. കൺസിഡേട്ടാ കണ്ടാ എലി കണ്ടാ? നിറച്ച എലികൾ. ചെറിയച്ച പറ ചെറിയച്ച. അഞ്ചേക്ക് കാപ്പി വേണ്ട പറഞ്ഞിട്ട് എന്റെ കാപ്പിയാ മോനെ. അയ്യോ ആ പട്ടി ആത്മഹത്യ ചെയ്യാൻ പോയി തോന്നുന്നുണ്ട്. ഉന്നപ്പാത്താൽ വന്നു, ട്രെയിൻ വന്നു, വന്നു വന്നു, ട്രെയിൻ വന്നു, വന്നു വന്നു. അവിടെ കാണിക്കുന്ന ട്രെയിൻ. നമ്മളെ ഏതിലെ S2 ആണോ? ഞങ്ങൾ S2 കയറുന്നു. നല്ല തിരക്കാണല്ലോ ഡി. വേർ ഈസ് S2? ആ ഇത് സ്ലീപ്പറാണോ നമ്മള്? ആ S1 S2 ബാ. ഇവരെ കോഡ്, അയ്യോ ഇവര് കോഡ് കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത് കൂടെ കയറിയ പോരെ. മണ്ടന്മാര് ചേട്ടൻ നിർത്തട്ടെ. 9:10 ട്രെയിൻ കയറി. ഇവിടെ ഞാൻ മേലായിട്ടിരിക്കണേ. ട്രെയിനില് കയറി ആരുമില്ല കേട്ടോ, ഒഴിഞ്ഞു കിടക്ക. എല്ലാ സീറ്റുകളിലൊക്കെ പിടിച്ചു. മച്ചാൻ എവിടെ? വന്ന് വടെ മുകളിലെ സീറ്റും പിടിച്ച് അവളുടെ ലോകം. എങ്ക പോറേ? ഞാൻ വന്ന് ആലുവയ്ക്ക് പോരെ. അത് കഴിഞ്ഞ് കിടക്കാം, എനിക്ക് അങ്ങനെ കണ്ടാ ട്രെയിൻ എടുത്തു ഒഴിഞ്ഞു കിടക്കാം. റീലെടുത്താലാ ചിലവാടച്ചിരിക്കും. രാത്രിയായപ്പോൾ അവസ്ഥ ഗൈസ്. സമയം ഇപ്പം 8 മണിയായിട്ടുണ്ട്.
ഞാനൊന്ന് ഉറങ്ങിയ വീഡിയോ ഞാൻ അറിയാണ്ട് ഒരു കള്ളൻ എടുത്തു. ഇതിനെതിരെ ഞാൻ പ്രതിഷേധിക്കും. യൂട്യൂബ് ഫാമിലിനോട് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് നോട്ട് എ ഗുഡ്. എനിക്ക് കിട്ടുന്നില്ല വിഷമായിട്ട്. നമ്മൾ എറണാകുളത്തെയാ ആലുവെത്താനായാ? ഓ എറണാകുളം എത്തി. നമ്മള് ട്രെയിനിൽ ആരുമില്ല, 2-3 ആൾക്കാരൊക്കെ ഉള്ളൂ. എവിടെ? സോറി ഗൈസ്, ആൾക്കാരുണ്ട്. അതാ ഉണ്ടാക്കി പിടിക്കണ്ട കേട്ടോ. പിന്നെ ഇതെവിടെ ഫേസിക്ക് അടിക്കി ഉറക്കണീറ്റിട്ടിരുന്ന് ഉറങ്ങി നീറ്റപ്പോളേ കണ്ണു ഉറങ്ങി നീറ്റപ്പോ ബാഹുബലി ഇറങ്ങിയിട്ട്. ഞങ്ങള് എറണാകുളം എത്തി. നമ്മളിനി അടുത്ത സ്റ്റോപ്പ് ആലുവ. എന്താ വിളിക്കണേ? അടുത്ത സ്റ്റോപ്പ് ആലുവ ഗൈസ്. ആലുവ നമ്മളിവിടെ എത്തി. ആലുവ എത്തി. ചായ കുടിക്കാം. ആണോ? കുടിക്കാൻ അയ്യോ ചായ കുടിക്കാൻ എവിടേക്ക് വയ്യ, തലവേനയാ പൊന്നിന്. ചായ കുടിക്കാം കേട്ടോ. ഞാൻ വാങ്ങിത്തൊരു ചായ തന്നെ. ഞങ്ങൾ വീടൊക്കെ എത്തിയിട്ടാ. വന്നിട്ട് വയ്യാണ്ടായത് കൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞു. ബാക്കി എല്ലാവരും കിടന്നു. ജസ്റ്റ് കാണിച്ചു കാണൂല എന്നാലും കണ്ടോളൂ. അപ്പോൾ എല്ലാവരും കിടന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഞാനും കൃഷ്ണയും പോയി കിടക്കും. അപ്പോൾ വൈൻഡപ്പ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത്. ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങളുടെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ.